രണ്ടാമത്തെ കൊലപാതകം തിരുവനന്തപുരം വട്ടിയൂർക്കാവുകാരി ദേവി, ആര്യ ടീച്ചർ, ലീക്കോള ചെമ്പക, കിടക്കുന്ന നാലാഞ്ചർ, പാമ്പാടിക്കാരൻ നവി. എല്ലാവരും കേട്ടാട്ടെ. അവൻ ആയുർവേദ കോളേജ് പഠിക്കാൻ വന്നതാ. കൂട്ടുകാർ പെങ്കൊച്ചിനെ കിട്ടി ദേവി 2 സാത്താനെ ആരാധിക്കാൻ പോയി. അവൻ ആയുർവേദ ഡോക്ടർ, അവള് ജർമ്മൻ ഭാഷ. പാറാട്ടുകോണത്തിനടുത്ത് സ്കൂളിൽ ആര്യ ദേവി ടീച്ചർ. ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലായിരുന്നു. വട്ടിയൂർക്കാവിൽ ആറ്റക്സ് യുവിലുള്ള അച്ഛൻ. ഇതെല്ലാവരും ഇന്ന് രാത്രി കേട്ടോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാവും. പെമ്പിള്ളാരെല്ലാം കേട്ടാട്ടെ. ജനുവരിയിൽ കുഞ്ഞിന് കല്യാണം ഉറച്ച ആര്യയ്ക്ക് ഒരച്ഛൻ്റെ ഒരമ്മയുടെ മകൾ മന്ത്രകോടി സ്വർണം. മാർച്ച് 31 സ്കൂൾ അടച്ചു. സാത്താൻ ഗ്രൂപ്പുകാർ പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട, 3 കൂടെ പോയി അരുണാചൽ പ്രദേശ്. ബാക്കി കേട്ടോണം. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവിടെ ചെന്ന് സാത്താൻ ഗ്രൂപ്പുമായിട്ട് ചാറ്റ് ചെയ്ത് 6-ാം ദിവസം ലാപ്ടോപ്പിൽ കൂടെ പറഞ്ഞു ഇവിടെ വെച്ച് മരിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റവൾ അന്യഗ്രഹങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കും, സർപ്പം കൗബയെ ഉപായത്തി ചതിച്ചതുപോലെ. ബാക്കി തരാം. അവനൊരു ഡോക്ടറായിരുന്നു. തൻ്റെ ഭാര്യ ആര്യ ദേവി, അവനും രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന്. 7-ാം ദിവസം ആര്യയെ കൊന്നു, കഴുത്ത് ഞരിച്ചു, സ്വർഗത്തിൽ പോകാം എഴുതി 666. കേട്ടോ? ഏഷ്യാനെറ്റിന്റെ FIR കൂടെ കണ്ടോ? 2-ാം ദിവസം തൻ്റെ ഭാര്യയെ കൊന്നു സാത്താൻ ഗ്രൂപ്പുകാർ. അവള് തന്നെ അവൻ്റെ കാലയിലും എഴുതി 666. 8-ാമത്തെ ദിവസം അവൻ കെട്ടി തൂങ്ങുന്നതിന് വിട്ട് ശരീരം വരച്ച് പാസ്റ്റ് 666. 10-ാമത്തെ രാത്രി തൊട്ട് വാടാ അരുണാചൽ പോലീസ് വന്നു. കേരളക്കാരെ അറിയിച്ചു. 3 ഡെഡ് ബോഡിയും തിരുവനന്തപുരത്ത് ഇൻക്വസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു. കണ്ടവർ ഞെട്ടിപ്പോയി. കാലിനകത്ത് വരെ 666. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. വിദ്യാഭ്യാസമല്ല. ആര്യ ദേവി ഫ്രഞ്ച് ജർമ്മൻ ടീച്ചർ, നവീൻ പാമ്പാടിക്കാരൻ ക്രിസ്ത്യാനി, മീനടങ്കാരൻ ആയുർവേദ ഡോക്ടർ വീണുപോയി സാത്താന്റെ കണിക്കകത്ത്.